ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ സാമ്പാർ വെച്ചാലോ. നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറേ വഴുതനങ്ങ നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം നിറയെ വഴുതനങ്ങ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വഴുതനങ്ങ പിടിച്ചു തുടങ്ങിയ സമയം തൊട്ടേ തോരനും മെഴുക്കുവരട്ടിയൊക്കെ തിന്നും അടുത്തോണ്ട് ഇന്നൊരു വഴുതനങ്ങ സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. അപ്പം ബാക്കി വഴുതനങ്ങ എടുത്ത് കൊണ്ടാട്ടം ഉണക്കി വെക്കാന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. ദേ നമ്മൾ കുക്കറിലേക്ക് ഒരു 3/4 കപ്പോളം തുമര കഴുകിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 വിസിൽ വരുമ്പോഴത്തേക്കും മൂടി തുറന്നിട്ട് നമുക്ക് മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വഴുതനങ്ങ പറിക്കാൻ നേരം കിട്ടിയ വെള്ളരിയാട്ടോ. പകുതിയും പോയി. അപ്പം ഞാൻ ഇതും കൂടി അതിനകത്തോട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു വലിയ ഉരുളക്കിഴങ്ങ് കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഒരു 10 വഴുതനങ്ങയോളം അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം മഞ്ഞ കളറിൽ തൊലിയൊക്കെ മാറി കട്ടിയായ തൊലിയുള്ള വഴുതനങ്ങയാണെന്നുണ്ടെങ്കിൽ തൊലി ചെത്തിയിട്ട് വേണം ചേർക്കാനായിട്ട്. അല്ലാത്ത വഴുതനങ്ങ നോർമലി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതേപോലെ 1 ടീസ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കായമാണ് നമുക്ക് സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് തരുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 വിസിൽ വരുന്നത് വരെ മൂടി വെക്കാം. അങ്ങനെ 2 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മൂടി തുറന്നിട്ട് നമുക്കൊരു 2 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് കേട്ടോ വാളംപുളി. അപ്പം ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകും അതേപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളകും കൂടെ മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1.25 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് പച്ചമണം മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പിന്റെ പാകം നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇതേപോലെ സാമ്പാറൊക്കെ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ സാധാ സാമ്പാറിന്റെ അതേ രുചിയും മണവും ഒക്കെയാണ് കേട്ടോ. വേറെ ടേസ്റ്റ് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല പോലെ കായപ്പൊടിയുടെയും സാമ്പാർ പൊടിയുടെയും ഒക്കെ മണം വരുന്നുണ്ട്. അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ സസ്നേഹം, മീരാ കൃഷ്ണൻ.